ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹിജാബ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. ഞാൻ ആദ്യം ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ ഒരു ഹിജാബ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.25 മീറ്ററാണ് ആവശ്യം. നീളത്തിനനുസരിച്ച് 2 മീറ്ററോളം പോകാം. പേപ്പറിന് നേരെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഫേസിൻ്റെ റൗണ്ടാണ്. ഫേസിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് മൊത്തം ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ബാക്കിലത്തെ ലെങ്ത്താണ്. നമ്മൾ ഫ്രണ്ടിൽ എത്രയാണ് എടുത്ത് അതിൻ്റെ ഒരു 10 ഇഞ്ചെങ്കിലും ബാക്കിൽ കൂടുതൽ എടുക്കണം. ഫ്രണ്ടിലത്തെ അതേ അളവാണെങ്കിൽ ബാക്കിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും, അതുകൊണ്ടാണ് ബാക്കിൽ കൂടുതൽ എടുക്കുന്നത്. ഇപ്പോൾ ഇതിനൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചെടുക്കാം. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഹിജാബ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിനൊരു ക്യാപ്പും കൂടി വെച്ച് കൊടുക്കണം. അതും കൂടി നമുക്കൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ പേപ്പർ നമുക്ക് ക്യാപ്പിനുള്ള സെയിം അളവിലാണ് കട്ട് ചെയ്യുന്നത്, അതായത് 14 ഇഞ്ച്. ഈ ഒരു പേപ്പർ വെച്ച് തന്നെയാണ് നമ്മൾ ക്യാപ്പിന് തുണിയിലും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ 4 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ നേരെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തുനിന്ന് അതായത് പോലെ താഴോട്ടേക്ക് 4 ഇഞ്ചിലോട്ട് ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു താഴത്തെ കോർണറിൽ നിന്ന് നോക്കുമ്പോൾ 3.5 ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് ചരിച്ച് വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഹിജാബ് തുണിയിലോട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ 2 മീറ്റർ തുണിയാണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഫേസ് റൗണ്ടാണ്. 10 ഇഞ്ചാണ് ഫേസ് റൗണ്ടിലേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ അളവിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. 2 സൈഡ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ലെങ്ത്ത് 10 ഇഞ്ച് കഴിഞ്ഞിട്ട് 26 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 36 ഇഞ്ചാണ് ഫ്രണ്ടിലത്തെ ലെങ്ത്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ ബാക്കിൽ ഞാൻ 12 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ക്ലോസ് ആയിട്ടുള്ള ഭാഗമാണ് ബാക്കിൽ വരുന്നത്. 48 ഇഞ്ചാണ് ബാക്കിലത്തെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഹിജാബിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ക്യാപ്പും കൂടി കട്ട് ചെയ്ത് എടുക്കാം. ക്യാപ്പ് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത സെയിം അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് ഈ ഒരു ഫോൾഡ് ചെയ്ത രീതിയിൽ തന്നെ നന്നായി ഒന്ന് അയൺ ചെയ്തെടുക്കണം. സെൻട്രലായിട്ടൊരു മാർക്ക് കൊടുക്കാം ഫോൾഡ് ചെയ്തിട്ട്. ഇനി നമ്മൾ ഹിജാബിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പീസ് ഒരു തവണ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്പ് ഇതുപോലെ നമ്മൾ 10 ഇഞ്ച് ഫ്രണ്ടിലും ബാക്കിലും മാർക്ക് ചെയ്തെടുത്തില്ലേ, അപ്പോൾ ക്യാപ്പിൻ്റെ സെൻട്രലായിട്ടും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് മാർക്ക് സെൻട്രലായിട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ക്യാപ്പ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ക്യാപ്പിനെ റൈറ്റ് സൈഡിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ചിങ് ഉള്ളിലോട്ടാക്കി ഹിജാബിലോട്ടാക്കി വെക്കാം. ഇനി ഫേസ് റൗണ്ട് മൊത്തം വരുന്നിടത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് ഉള്ളിലോട്ടാക്കി ഫോൾഡ് ചെയ്ത് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് നന്നായി ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഈ ഒരു ക്യാപ്പ് വെക്കുന്ന സമയത്ത് ക്യാൻവാസും കൂടി വെച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിനൊന്ന് കഴുത്തിനോടൊന്ന് താഴോട്ടേക്ക് വരെ ഇങ്ങനെ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടിഭാഗം ആദ്യം ഒരു ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. റൗണ്ട് ആയതുകൊണ്ടാണ് 2 വട്ടമായി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹിജാബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അരികിൽ കൂടിയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഹിജാബ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പർദ്ദൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണിത്. ഇതിപ്പോൾ 2 ലെയറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ പർദ്ദയുടെ ഷോളിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 1 ലെയറായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് പർദ്ദ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.